ഹായ് എല്ലാവർക്കും നമസ്കാരം. PSC അവേഴ്സിൻ്റെ മറ്റൊരു പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ തുല്യതാ ടെക്സ്റ്റ് ബുക്കിലെ അധ്യായം 16 സാമ്പത്തിക ശാസ്ത്ര ചിന്തകരും ഉപഭോക്തൃ സംരക്ഷണവും എന്ന ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ പോയിന്റ് പാശ്ചാത്യ സാമ്പത്തിക ശാസ്ത്ര ചിന്തകരെ കുറിച്ച് നോക്കാം. ആഡം സ്മിത്ത് എന്താണ് സംഭാവനകൾ? സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആഡം സ്മിത്താണ്. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആഡം സ്മിത്താണ്. സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് അഭിപ്രായപ്പെട്ടതും അദ്ദേഹമാണ്. സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് അഭിപ്രായപ്പെട്ടത് ആഡം സ്മിത്താണ്. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സർക്കാർ ഇടപെടൽ പരിമിതപ്പെടുത്തണം എന്ന ലെസ്സേ ഫെയർ സിദ്ധാന്തത്തിൻ്റെ വക്താവ് ആഡം സ്മിത്താണ്. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആഡം സ്മിത്താണ്. സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് അഭിപ്രായപ്പെട്ടത് ആഡം സ്മിത്താണ്. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സർക്കാർ ഇടപെടൽ പരിമിതപ്പെടുത്തണമെന്ന ലെസ്സേ ഫെയർ സിദ്ധാന്തത്തിന്റെ വക്താവ് ആരാണ്? ആഡം സ്മിത്താണ്. അടുത്ത പോയിന്റ് നോക്കാം. കാൾ മാക്സിന്റെ സംഭാവനകൾ എന്തൊക്കെയാണ്? ശാസ്ത്രീയ സോഷ്യലിസത്തിന്റെ പിതാവാണ് അദ്ദേഹം. കാൾ മാക്സ് എന്താണ്? ശാസ്ത്രീയ സോഷ്യലിസത്തിന്റെ പിതാവാണ് കാറൽ മാക്സ്. അടുത്ത പോയിന്റ് ഉൽപാദന പ്രക്രിയയിൽ തൊഴിലാളികളുടെ പങ്കാളിത്തത്തിന് പ്രാധാന്യം നൽകിയ വ്യക്തിയാണ് കാൾ മാക്സ്. ഉൽപാദന പ്രക്രിയയിൽ തൊഴിലാളികളുടെ പങ്കാളിത്തത്തിന് പ്രാധാന്യം നൽകിയത് കാൾ മാക്സ് ആണ്. അടുത്ത പോയിന്റ് മിച്ചമൂല്യ സിദ്ധാന്തം ആവിഷ്കരിച്ചത് കാറൽ മാക്സ് ആണ്. മിച്ചമൂല്യ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? കാറൽ മാക്സ് ആണ്. ലെസ്സേ ഫെയർ സിദ്ധാന്തത്തിന്റെ വക്താവ് ആരാണ്? ആഡം സ്മിത്ത് ആണ്. മിച്ചമൂല്യ സിദ്ധാന്തം ആവിഷ്കരിച്ചത് കാറൽ മാക്സ് ആണ്. അടുത്ത പോയിന്റ് അസമത്വം ഇല്ലാത്ത സമൂഹം സ്ഥാപിക്കുകയായിരുന്നു കാറൽ മാക്സിന്റെ ലക്ഷ്യം. അസമത്വം ഇല്ലാത്ത സമൂഹം സ്ഥാപിക്കുകയായിരുന്നു കാറൽ മാക്സിന്റെ ലക്ഷ്യം. അടുത്ത ആളെ നോക്കാം. ആൽഫ്രഡ് മാർഷൽ ആണ്. അടുത്ത സാമ്പത്തിക ശാസ്ത്ര ചിന്തകനാണ് ആര്? ആൽഫ്രഡ് മാർഷൽ. അദ്ദേഹത്തിന്റെ സംഭാവനകളെ കുറിച്ച് നോക്കാം. ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം നിർവചനം അവതരിപ്പിച്ചു. ആൽഫ്രഡ് മാർഷലാണ് ക്ഷേമ സാമ്പത്തിക ശാസ്ത്ര നിർവചനം അവതരിപ്പിച്ചത്. അടുത്ത പോയിന്റ് സമ്പത്ത് മനുഷ്യക്ഷേമത്തിന് വേണ്ടിയാണ്. സാമ്പത്തിക പ്രവർത്തനങ്ങളെല്ലാം മനുഷ്യക്ഷേമത്തിന് പ്രാധാന്യം നൽകണം എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ്? ആൽഫ്രഡ് മാർഷലാണ്. ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം നിർവചനം അവതരിപ്പിച്ചു. സമ്പത്ത് മനുഷ്യക്ഷേമത്തിന് വേണ്ടിയാണ്. സാമ്പത്തിക പ്രവർത്തനങ്ങളെല്ലാം മനുഷ്യക്ഷേമത്തിന് പ്രാധാന്യം നൽകണം എന്ന ആശയം അവതരിപ്പിച്ചത് ആൽഫ്രഡ് മാർഷലാണ്. അടുത്ത പോയിന്റാണ് ലയണൽ റോബിൻസ് എന്താണ് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ? മനുഷ്യൻ്റെ ആവശ്യങ്ങൾ അതിരറ്റതും വിഭവങ്ങൾ പരിമിതവുമാണ് എന്ന് പറഞ്ഞത് ലയണൽ റോബിൻസ് ആണ്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ അതിരറ്റതും വിഭവങ്ങൾ പരിമിതവുമാണ് എന്ന് പറഞ്ഞത് ലയണൽ റോബിൻസ് ആണ്. അടുത്ത പോയിന്റ് അതുകൊണ്ട് വിഭവങ്ങളുടെ ബദൽ ഉപയോഗം പരിഗണിക്കണം. അദ്ദേഹം പറഞ്ഞത് എന്താണ്? മനുഷ്യൻ്റെ ആവശ്യങ്ങൾ അതിരറ്റതും വിഭവങ്ങൾ പരിമിതവുമാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് വിഭവങ്ങളുടെ ബദൽ ഉപയോഗം പരിഗണിക്കണം. അടുത്ത പോയിന്റ് മനുഷ്യൻ്റെ അതിരറ്റ ആവശ്യങ്ങളും പരിമിതമായതും ബദൽ ഉപയോഗമുള്ളതുമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധമെന്ന നിലയിൽ മനുഷ്യൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞത് ലയണൽ റോബിൻസ് ആണ്. എന്താണ് പറഞ്ഞത്? മനുഷ്യൻ്റെ ആവശ്യങ്ങൾ അതിരറ്റതാണ്, വിഭവങ്ങൾ പരിമിതവുമാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് വിഭവങ്ങളുടെ ബദൽ ഉപയോഗം പരിഗണിക്കണം. മനുഷ്യൻ്റെ അതിരട്ട ആവശ്യങ്ങളും പരിമിതമായതും ബദൽ ഉപയോഗമുള്ളതുമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധമെന്ന നിലയിൽ മനുഷ്യൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. പാശ്ചാത്യ സാമ്പത്തിക ശാസ്ത്ര ചിന്തകർ ആരൊക്കെയാണ്? ആഡം സ്മിത്തിൻ്റെ സംഭാവനകൾ എന്തൊക്കെയാണ്? സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആഡം സ്മിത്താണ്. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആഡം സ്മിത്താണ്. അടുത്ത പോയിന്റ് സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് അഭിപ്രായപ്പെട്ടത് ആഡം സ്മിത്താണ്. സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? ആഡം സ്മിത്താണ്. അടുത്ത പോയിന്റ് സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സർക്കാർ ഇടപെടൽ പരിമിതപ്പെടുത്തണമെന്ന ലെസ്സേ ഫെയർ സിദ്ധാന്തത്തിന്റെ വക്താവ് ആരാണ്? ആഡം സ്മിത്താണ്. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സർക്കാർ ഇടപെടൽ പരിമിതപ്പെടുത്തണമെന്ന ലെസ്സേ ഫെയർ സിദ്ധാന്തത്തിന്റെ വക്താവ് ആഡം സ്മിത്താണ്. അടുത്ത പോയിന്റാണ് കാൾ മാക്സ്. ശാസ്ത്രീയ സോഷ്യലിസത്തിന്റെ പിതാവാണ് കാൾ മാക്സ്. അടുത്ത പോയിന്റ് ഉൽപാദന പ്രക്രിയയിൽ തൊഴിലാളികളുടെ പങ്കാളിത്തത്തിന് പ്രാധാന്യം നൽകിയത് കാൾ മാക്സ് ആണ്.
ഉൽപാദന പ്രക്രിയയിൽ തൊഴിലാളികളുടെ പങ്കാളിത്തത്തിന് പ്രാധാന്യം നൽകിയത് ആരാണ്? കാൾ മാക്സ് ആണ്. അടുത്ത പോയിന്റ്, മിച്ചമൂല്യ സിദ്ധാന്തം ആവിഷ്കരിച്ചത് കാർൽ മാക്സ് ആണ്. മിച്ചമൂല്യ സിദ്ധാന്തം ആവിഷ്കരിച്ചത് കാർൽ മാക്സ് ആണ്. അടുത്ത പോയിന്റ് എന്താണ്? അസമത്വമില്ലാത്ത സമൂഹം സ്ഥാപിക്കുകയായിരുന്നു കാർൽ മാക്സിന്റെ ലക്ഷ്യം. അടുത്ത ആളെ നോക്കാം, ആൽഫ്രഡ് മാർഷലാണ്. ക്ഷേമ സാമ്പത്തിക ശാസ്ത്രത്തിന് നിർവചനം അവതരിപ്പിച്ചത് ആൽഫ്രഡ് മാർഷലാണ്. ക്ഷേമ സാമ്പത്തിക ശാസ്ത്രത്തിന് നിർവചനം അവതരിപ്പിച്ചത് ആൽഫ്രഡ് മാർഷലാണ്. അടുത്ത പോയിന്റ്, സമ്പത്ത് മനുഷ്യക്ഷേമത്തിന് വേണ്ടിയാണ്. സാമ്പത്തിക പ്രവർത്തനങ്ങളെല്ലാം മനുഷ്യക്ഷേമത്തിന് പ്രാധാന്യം നൽകണം എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ്? ആൽഫ്രഡ് മാർഷലാണ്. അടുത്തത് ലയണൽ റോബിൻസ് ആണ്. മനുഷ്യന്റെ ആവശ്യങ്ങൾ അതിരറ്റതും വിഭവങ്ങൾ പരിമിതവുമാണ് എന്ന് പറഞ്ഞത് ലയണൽ റോബിൻസ് ആണ്. മനുഷ്യന്റെ ആവശ്യങ്ങൾ അതിരറ്റതും വിഭവങ്ങൾ പരിമിതവുമാണ് എന്ന് പറഞ്ഞത് ലയണൽ റോബിൻസൺ ആണ്. അതുകൊണ്ട് വിഭവങ്ങളുടെ ബദൽ ഉപയോഗത്തെ പറ്റി പരിഗണിക്കണം. അടുത്ത പോയിന്റ് എന്താണ്? മനുഷ്യന്റെ അതിരറ്റ ആവശ്യങ്ങളും പരിമിതമായതും ബദൽ ഉപയോഗമുള്ളതുമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധമെന്ന നിലയിൽ മനുഷ്യന്റെ പെരുമാറ്റത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞത് ലയണൽ റോബിൻസ് ആണ്. അടുത്ത പോയിന്റ് നോക്കാം, എന്താണ്? മിച്ചമൂല്യം. മിച്ചമൂല്യം എന്ന് വെച്ചാൽ എന്താണ്? കാറൽ മാക്സ് ആണ് മിച്ചമൂല്യ സിദ്ധാന്തം അവതരിപ്പിച്ചത്. അപ്പോൾ മിച്ചമൂല്യ സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരാണ്? കാൾ മാക്സ് ആണ്. അടുത്ത പോയിന്റ്, ഒരു ചരക്കിന്റെ മൂല്യം എന്നത് അത് ഉൽപ്പാദിപ്പിക്കാൻ ആകെ ചെലവഴിച്ചിട്ടുള്ള അധ്വാനത്തിന്റെ മൂല്യമാണ്. ഒരു ചരക്കിന്റെ മൂല്യം എന്നത് എന്താണ്? അത് ഉൽപ്പാദിപ്പിക്കാൻ ആകെ ചെലവഴിച്ചിട്ടുള്ള അധ്വാനത്തിന്റെ മൂല്യമാണ് ഒരു ചരക്കിന്റെ മൂല്യം. അടുത്ത പോയിന്റ് എന്താണ്? തൊഴിലാളികളുടെ അധ്വാനത്തിന്റെ മൂല്യത്തിൽ ഒരു ഭാഗം മാത്രമേ മുതലാളി തൊഴിലാളികൾക്ക് നൽകുന്നുള്ളൂ. ബാക്കി മുഴുവൻ എന്താണ്? മുതലാളി ലാഭമാക്കി സ്വന്തമാക്കുന്നു. ഇങ്ങനെയുള്ള മൂല്യമാണ് മിച്ചമൂല്യം. തൊഴിലാളികളുടെ അധ്വാനത്തിന്റെ മൂല്യത്തിൽ ഒരു ഭാഗം മാത്രമേ മുതലാളി തൊഴിലാളികൾക്ക് നൽകുന്നുള്ളൂ. ബാക്കി മുഴുവൻ മുതലാളി ലാഭമാക്കി മാറ്റിയിട്ട് സ്വന്തമാക്കുന്നു. ഇങ്ങനെയുള്ള മൂല്യമാണ് എന്ത്? മിച്ചമൂല്യം. അടുത്ത പോയിന്റ്, മിച്ചമൂല്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പ്രസിദ്ധ ഗ്രന്ഥമാണ് മൂലധനം. ദാസ് ക്യാപിറ്റൽ എഴുതിയത് ആരാണ്? കാറൽ മാക്സ് ആണ്. മിച്ചമൂല്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പ്രസിദ്ധ ഗ്രന്ഥമാണ് മൂലധനം. ദാസ് ക്യാപിറ്റൽ എഴുതിയത് ആരാണ്? കാറൽ മാക്സ് ആണ്. അടുത്ത പോയിന്റ് നോക്കാം, സാമ്പത്തിക ശാസ്ത്ര ചിന്തകരും അവരുടെ ഗ്രന്ഥങ്ങളുമാണ്. ആഡം സ്മിത്ത്, വെൽത്ത് ഓഫ് നേഷൻസ്, ആൻ ഇൻക്വയറി ഇൻ ടു ദ നാച്ചുറൽ ആൻഡ് കോസസ് ഓഫ് ദ വെൽത്ത് ഓഫ് നേഷൻസ് എന്നാണ് അതിൻ്റെ ഫുള്ള്. അപ്പോൾ ആഡം സ്മിത്തിൻ്റെ ഗ്രന്ഥമാണ് വെൽത്ത് ഓഫ് നേഷൻസ്. വെൽത്ത് ഓഫ് നേഷൻ്റെ ഫുൾ ഫോം എന്താണ്? ഫുൾ ഫോം അല്ല, ഫുള്ളായിട്ടുള്ള ഹെഡിങ് ആണ്. ആൻ ഇൻക്വയറി ഇൻ ടു ദ നാച്ചുറൽ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ ഫുള്ളായിട്ടുള്ള പേര്. ആഡം സ്മിത്തിൻ്റെ ബുക്കാണ് വെൽത്ത് ഓഫ് നേഷൻസ്. അടുത്തത് കാൾ മാക്സിൻ്റെ ബുക്കാണ് മൂലധനം. ദാസ് ക്യാപിറ്റൽ എഴുതിയത് ആരാണ്? കാർൽ മാക്സ് ആണ്. അടുത്ത് ആൽഫ്രഡ് മാർഷലിൻ്റെ ബുക്കാണ് ഏത്? സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ, പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്കണോമിക്സ് എഴുതിയത് ആൽഫ്രഡ് മാർഷലാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്കണോമിക്സ്, അതായത് സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ എഴുതിയത് ആരാണ്? ആൽഫ്രഡ് മാർഷലാണ്. അടുത്ത പോയിന്റ്, ലയണൽ റോബിൻസന്റെ ഗ്രന്ഥമാണ് ആൻ എസ്സേ ഓൺ ദ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക് സയൻസ്. ലയണൽ റോബിൻസന്റെ ഗ്രന്ഥമാണ് ഇത്? ആൻ എസ്സേ ഓൺ ദ നേച്ചർ ആൻഡ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക് സയൻസസ്. അടുത്ത പോയിന്റ് നോക്കാം, ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്ര ചിന്തകനെ കുറിച്ച് നോക്കാം. ചാണക്യൻ, ആദ്യത്തെ ആളാണ് ചാണക്യൻ. അദ്ദേഹത്തിൻ്റെ ചിന്തകൾ എന്തൊക്കെയാണ്? കൃഷി, പശുപാലനം, വാണിജ്യം എന്നിവ മുഖ്യ തൊഴിലുകളായി കണക്കാക്കി. ചാണക്യൻ്റെ കാലത്ത് കൃഷി, പശുപാലനം, വാണിജ്യം എന്നിവ എന്താണ്? മുഖ്യ തൊഴിലുകളായി കണക്കാക്കിയിരുന്നു. അടുത്ത പോയിന്റ്, സ്വകാര്യ സ്വത്തിന് അവകാശമുള്ളപ്പോൾ തന്നെ സർക്കാർ വകയും ഭൂമി ഉണ്ടായിരുന്നു. സ്വകാര്യ സ്വത്തിന് അവകാശമുള്ളപ്പോൾ തന്നെ എന്താണ്? സർക്കാർ വകയും ഭൂമി ഉണ്ടായിരുന്നു. അടുത്ത പോയിന്റ്, കരം, ബലി, ദണ്ഡം, ഭാഗം എന്നിങ്ങനെ 4 വരുമാന മാർഗങ്ങൾ ഉണ്ടായിരുന്നു. കരം, ബലി, ദണ്ഡം, ഭാഗം എന്നിങ്ങനെ 4 വരുമാന മാർഗങ്ങൾ ഉണ്ടായിരുന്നു. അടുത്ത പോയിന്റ്, രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിക്ക് ശരിയായ നയം വേണം. അടുത്ത പോയിന്റ് എന്താണ്? ഫലപ്രദമായ സാമ്പത്തിക പ്രവർത്തനം വരുമാന നഷ്ടം തടയും. അടുത്ത ആളാണ് ദാദാഭായ് നവറോജി. ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് ദാദാഭായ് നവറോജിയുടെ എക്കണോമിക്സിൽ. ഈ ഒരു ഏരിയ എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. അടുത്ത പോയിന്റ്, ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ നിന്നും സമ്പത്ത് ചോർത്തുന്നു. അതാണ് എന്ത്? ചോർച്ചാ സിദ്ധാന്തം. ശമ്പളം, പെൻഷൻ, നികുതി, അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതി, ബ്രിട്ടീഷ് വിൽപ്പന എന്നിവയിലൂടെയാണ് സമ്പത്ത് ചോർത്തുന്നത്. ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന്റെ കാരണം സമ്പത്തിന്റെ ചോർച്ചയാണ് എന്ന് കണ്ടെത്തിയത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. അപ്പോൾ ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ആവിഷ്കരിച്ചത് ദാദാഭായ് നവറോജിയാണ്. ചോർച്ചാ സിദ്ധാന്തം എന്താണ്? ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ നിന്നും സമ്പത്ത് ചോർത്തിക്കൊണ്ടുപോകുന്നു എന്ന് അദ്ദേഹം
അദ്ദേഹം പ്രസ്താവിച്ചു. അപ്പോൾ ഏതൊക്കെ വഴികളിലൂടെയാണ്? ശമ്പളം, പെൻഷൻ, നികുതി, അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതി, ബ്രിട്ടീഷ് ഉൽപ്പന്ന വിൽപ്പന, പിന്നെന്താണ് എന്നിവയിലൂടെയാണ് സമ്പത്തൊക്കെ ചോർത്തിക്കൊണ്ടുപോകുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെ പ്രധാന കാരണം എന്താണ്? സമ്പത്തിൻ്റെ ചോർച്ച തന്നെയാണെന്ന് കണ്ടെത്തി. അടുത്ത ആളാണ് ഗാന്ധിജി. കാർഷിക ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം നൽകി. അദ്ദേഹം എന്താണ്? കാർഷിക ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം നൽകി. ട്രസ്റ്റിഷിപ്പ് സമ്പ്രദായം അവതരിപ്പിച്ചു. അപ്പോൾ ഗാന്ധിജിയാണ് എന്ത്? ട്രസ്റ്റിഷിപ്പ് സമ്പ്രദായം അവതരിപ്പിച്ചത്. അടുത്തത് ചെറുകിട കുടിൽ വ്യവസായങ്ങൾക്ക് മുഖ്യ പരിഗണന നൽകി. ഗാന്ധിജി എന്താണ്? ചെറുകിട കുടിൽ വ്യവസായങ്ങൾക്ക് മുഖ്യ പരിഗണന നൽകി. അടുത്ത പോയിന്റ്, സത്യത്തിലും അഹിംസയിലും ആവശ്യത്തിലും നീഡ് അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥയാണ് എന്ന് പറഞ്ഞു. സത്യത്തിലും അഹിംസയിലും ആവശ്യത്തിലും അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞു. അടുത്ത ആളാണ് അമർത്യ സെൻ. മനുഷ്യക്ഷേമം, സാമ്പത്തിക സമത്വം, വികസനം സംബന്ധിച്ച് ആശയങ്ങൾ അവതരിപ്പിച്ചത് അമർത്യ സെൻ ആണ്. മനുഷ്യക്ഷേമം, സാമ്പത്തിക സമത്വം, വികസനം സംബന്ധിച്ച ആശയങ്ങൾ അവതരിപ്പിച്ചത് അമർത്യ സെൻ ആണ്. സാമൂഹ്യക്ഷേമം സൂക്ഷ്മതലത്തിൽ വിശകലനം ചെയ്തു. അദ്ദേഹം എന്താണ്? സാമൂഹ്യക്ഷേമം സൂക്ഷ്മ തലത്തിൽ തന്നെ വിശകലനം ചെയ്തു. അടുത്ത പോയിന്റ്, പട്ടിണി, ദാരിദ്ര്യം, ക്ഷാമം തുടങ്ങിയ പ്രശ്നങ്ങളെ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പ്രധാന കേന്ദ്രമാക്കി. അപ്പോൾ അമർത്യ സെൻ എന്താ ചെയ്തത്? പട്ടിണി, ദാരിദ്ര്യം, ക്ഷാമം തുടങ്ങിയ പ്രശ്നങ്ങളെ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പ്രധാന കേന്ദ്രമാക്കി. അടുത്ത പോയിന്റാണ്, സ്വാതന്ത്ര്യമാണ് വികസനം എന്ന ആശയം അവതരിപ്പിച്ചു. അമർത്യ സെൻ എന്താണ്? സ്വാതന്ത്ര്യമാണ് വികസനം എന്ന ആശയം അവതരിപ്പിച്ചു. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. എന്താണ് മിച്ചമൂല്യം? മിച്ചമൂല്യം എന്ന് വെച്ചാൽ എന്താണ്? കാറൽ മാർക്സ് ആണ് മിച്ചമൂല്യ സിദ്ധാന്തം അവതരിപ്പിച്ചത്. ഒരു ചരക്കിൻ്റെ മൂല്യം എന്നത് അത് ഉൽപ്പാദിപ്പിക്കാൻ ആകെ ചെലവഴിച്ചിട്ടുള്ള അധ്വാനത്തിൻ്റെ മൂല്യമാണ് എന്ന് പറഞ്ഞത് ആരാണ്? കാറൽ മാർക്സ് ആണ്. അടുത്തത്, തൊഴിലാളികളുടെ അധ്വാനത്തിൻ്റെ മൂല്യത്തിൽ ഒരു ഭാഗം മാത്രമേ മുതലാളി തൊഴിലാളികൾക്ക് നൽകുന്നുള്ളൂ. ബാക്കി മുഴുവൻ എന്താണ്? മുതലാളി ലാഭമാക്കി സ്വന്തമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള മൂല്യമാണ് എന്ത്? മിച്ചമൂല്യം എന്നറിയപ്പെടുന്നത്. അടുത്ത പോയിന്റ്, മിച്ചമൂല്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പ്രസിദ്ധ ഗ്രന്ഥമാണ് മൂലധനം, ദാസ് ക്യാപിറ്റൽ. ദാസ് ക്യാപിറ്റൽ എഴുതിയത് ആരാണ്? കാറൽ മാർക്സ് ആണ്. അടുത്ത പോയിന്റ്, സാമ്പത്തിക ശാസ്ത്ര ചിന്തകരും അവരുടെ ഗ്രന്ഥങ്ങളുമാണ്. ആഡം സ്മിത്തിന്റെ ഗ്രന്ഥമാണ് വെൽത്ത് ഓഫ് നേഷൻസ്. ആഡം സ്മിത്തിന്റെ ഗ്രന്ഥമാണ് എന്ത്? വെൽത്ത് ഓഫ് നേഷൻസ്. അതിന്റെ ഫുള്ളാണ് എന്ത്? ആൻ എൻക്വയറി ഇൻ ടു ദ നാച്ചുറൽ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ്. അടുത്തത് കാറൽ മാർക്സ്, മൂലധനം, ദാസ് ക്യാപിറ്റൽ. മൂലധനം അഥവാ ദാസ് ക്യാപിറ്റൽ എഴുതിയത് ആരാണ്? കാറൽ മാർക്സ് ആണ്. അടുത്ത പോയിന്റ്, ആൽഫ്രഡ് മാർഷൽ എന്താ എഴുതിയത്? സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ, പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് എഴുതിയത് ആരാണ്? ആൽഫ്രഡ് മാർഷൽ ആണ്. പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് എഴുതിയത് ആൽഫ്രഡ് മാർഷൽ ആണ്. അടുത്തത് ലയണൽ റോബിൻസ് ആണ്. ആൻ എസ്സേ ഓൺ ദ നേച്ചർ ആൻഡ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക് സയൻസ് എന്ന ഗ്രന്ഥം എഴുതിയത് ലയണൽ റോബിൻസൺ ആണ്. അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്ര ചിന്തകരെ കുറിച്ച് നോക്കാം. ചാണക്യനാണ് ആദ്യത്തെ ആള്. എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ ചിന്തകൾ? കൃഷി, പശുപാലനം, വാണിജ്യം എന്നിവ മുഖ്യ തൊഴിലുകളായി കണക്കാക്കിയിരുന്നു. സ്വകാര്യ സ്വത്തിന് അവകാശമുള്ളപ്പോൾ തന്നെ സർക്കാർ വകയും ഭൂമി ഉണ്ടായിരുന്നു. കരം, ബലി, ദണ്ഡം, ഭാഗം എന്നിങ്ങനെ 4 വരുമാന മാർഗങ്ങൾ ഉണ്ടായിരുന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിക്ക് ശരിയായ നയം വേണം. ഫലപ്രദമായ സാമ്പത്തിക പ്രവർത്തനം വരുമാന നഷ്ടം തടയുമെന്നൊക്കെ പറഞ്ഞതാരാണ്? ചാണക്യനാണ്. അടുത്ത ആളാണ് ദാദാഭായ് നവറോജി. ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ദാദാഭായ് നവറോജിയാണ്. അദ്ദേഹത്തിന്റെ സിദ്ധാന്തമാണ് എന്ത്? ചോർച്ചാ സിദ്ധാന്തം. അടുത്ത പോയിന്റ്, ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ നിന്നും സമ്പത്ത് ചോർത്തുന്നു എന്ന് കണ്ടെത്തി അദ്ദേഹം ചോർച്ചാ സിദ്ധാന്തത്തിലൂടെ അവതരിപ്പിച്ചു. അപ്പോൾ എന്തൊക്കെ വഴികളിലൂടെയാണ്? ശമ്പളം, പെൻഷൻ, നികുതി, അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതി, ബ്രിട്ടീഷ് ഉൽപ്പന്ന വിൽപ്പന എന്നിവയിലൂടെയാണ് സമ്പത്ത് ചോർത്തുന്നത് എന്ന് അദ്ദേഹം കണ്ടെത്തി. ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന്റെ കാരണം സമ്പത്തിന്റെ ചോർച്ചയാണ് എന്ന് പ്രസ്താവിച്ചു. അടുത്ത ആളാണ് ആര്? ഗാന്ധിജി. ഗാന്ധിജി എന്താണ്? കാർഷിക ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം നൽകി ട്രസ്റ്റിഷിപ്പ് സമ്പ്രദായം അവതരിപ്പിച്ചത് ഗാന്ധിജിയാണ്. ട്രസ്റ്റിഷിപ്പ് സമ്പ്രദായം അവതരിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. അടുത്തത്, ചെറുകിട കുടിൽ വ്യവസായങ്ങൾക്ക് മുഖ്യ പരിഗണന നൽകിയത് ഗാന്ധിജിയാണ്. ചെറുകിട കുടിൽ വ്യവസായങ്ങൾക്ക് മുഖ്യ പരിഗണന നൽകിയത് ഗാന്ധിജിയാണ്. സത്യത്തിലും അഹിംസയിലും ആവശ്യത്തിലും അധിഷ്ഠിതമായതാണ് സമ്പദ് വ്യവസ്ഥ എന്ന് അദ്ദേഹം പറഞ്ഞു. അടുത്ത ആളാണ് ആര്? അമർത്യ സെൻ. അമർത്യ സെൻ എന്താ പറഞ്ഞത്? മനുഷ്യക്ഷേമം, സാമ്പത്തിക സമത്വം, വികസനം സംബന്ധിച്ച ആശയങ്ങൾ അവതരിപ്പിച്ചത് അമർത്യ സെൻ ആണ്. അടുത്ത ആളാണ് ആര്? അമർത്യ സെൻ. എന്തൊക്കെയാണ്? മനുഷ്യക്ഷേമം, സാമ്പത്തിക സമത്വം, വികസനം സംബന്ധിച്ച ആശയങ്ങൾ അവതരിപ്പിച്ചത് അമർത്യ സെൻ ആണ്.
അടുത്ത പോയിന്റ്, സാമൂഹ്യക്ഷേമം സൂക്ഷ്മതലത്തിൽ വിശകലനം ചെയ്തത് അമർത്യ സെന്നാണ്. അടുത്ത പോയിന്റാണ്, പട്ടിണി, ദാരിദ്ര്യം, ക്ഷാമം തുടങ്ങിയ പ്രശ്നങ്ങളെ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പ്രധാന കേന്ദ്രമാക്കി. സ്വാതന്ത്ര്യമാണ് വികസനം എന്ന ആശയം അവതരിപ്പിച്ചത് അമർത്യ സെന്നാണ്. അടുത്ത പോയിന്റ് നോക്കാം, എന്താണ് ഉപഭോക്താവ്? കൺസ്യൂമർ എന്ന് വെച്ചാൽ എന്താണ്? വില നൽകിയോ നൽകാമെന്ന വ്യവസ്ഥയിലോ ഏതെങ്കിലും സാധനങ്ങളും സേവനങ്ങളും വാങ്ങി ഉപയോഗിക്കുന്ന ആളാണ് ആര്? ഉപഭോക്താവ്. വില നൽകിയോ അല്ലെങ്കിൽ നൽകാമെന്ന വ്യവസ്ഥയിലോ ഏതെങ്കിലും സാധനങ്ങളും സേവനങ്ങളും വാങ്ങി ഉപയോഗിക്കുന്ന ആളാണ് ആര്? ഉപഭോക്താവ്. എന്താണ് ഉപഭോക്താവ്? കൺസ്യൂമർ എന്ന് വെച്ചാൽ വില നൽകിയിട്ടോ അല്ലെങ്കിൽ നൽകാമെന്ന വ്യവസ്ഥയിലോ ഏതെങ്കിലും സാധനങ്ങളും സേവനങ്ങളും വാങ്ങി ഉപയോഗിക്കുന്ന ആളാണ് ഉപഭോക്താവ്. ഉപഭോക്താവ് രാജാവാണ്. അടുത്ത പോയിന്റ് എന്താണ്? ഉപഭോക്താവ് അതിഥിയാണ് എന്ന് പറഞ്ഞത് മഹാത്മജിയാണ്. അടുത്ത പോയിന്റ് നോക്കാം, ഉപഭോഗം. കൺസംപ്ഷൻ എന്നാൽ എന്താണ്? മനുഷ്യന്റെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിനായി സാധനങ്ങളും സേവനങ്ങളും ഉപയോഗപ്പെടുത്തുന്നതിനെയാണ് ഉപഭോഗം എന്ന് പറയുന്നത്. എന്താണ്? മനുഷ്യന്റെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിനായി സാധനങ്ങളും സേവനങ്ങളും ഉപയോഗപ്പെടുത്തുന്നതിനെയാണ് ഉപഭോഗം എന്ന് പറയുന്നത്, കൺസംപ്ഷൻ എന്ന് പറയുന്നത്. അടുത്തത്, ഇങ്ങനെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിന് ഉൽപ്പന്നങ്ങൾക്കുള്ള കഴിവിന് ഉപയുക്തത, യൂട്ടിലിറ്റി എന്നും വിളിക്കുന്നു. ഇങ്ങനെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിന് ഉൽപ്പന്നങ്ങൾക്കുള്ള കഴിവിനെ ഉപയുക്തത, യൂട്ടിലിറ്റി എന്നും പറയുന്നു. അടുത്ത പോയിന്റ് നോക്കാം, ഉപഭോക്താവിൻ്റെ സംതൃപ്തി. സാധനങ്ങളും സേവനങ്ങളും വില കൊടുത്തു വാങ്ങി ഉപയോഗിക്കുമ്പോൾ ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നതിനെയാണ് ഉപഭോക്താവിൻ്റെ സംതൃപ്തി എന്ന് പറയുന്നത്. സാധനങ്ങളും സേവനങ്ങളും വില കൊടുത്തു വാങ്ങി ഉപയോഗിക്കുമ്പോൾ ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നതിനെയാണ് എന്ത്? ഉപഭോക്താവിൻ്റെ സംതൃപ്തി എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് നോക്കാം, എന്താണ് ഉപഭോക്താവ് എന്ന് വെച്ചാൽ? കൺസ്യൂമർ എന്ന് വെച്ചാൽ എന്താണ്? വില നൽകിയോ നൽകാമെന്ന വ്യവസ്ഥയിലോ ഏതെങ്കിലും സാധനങ്ങളും സേവനങ്ങളും വാങ്ങി ഉപയോഗിക്കുന്ന ആളാണ് ആര്? ഉപഭോക്താവ്. ഉപഭോക്താവിനെ രാജാവായിട്ട് കാണണം. ഉപഭോക്താവ് അതിഥിയാണെന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. അടുത്ത പോയിന്റ്, ഉപഭോഗം. കൺസംഷൻ എന്നാൽ എന്താണ്? മനുഷ്യന്റെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിനായി സാധനങ്ങളും സേവനങ്ങളും ഉപയോഗപ്പെടുത്തുന്നതിനെയാണ് എന്ത്? ഉപഭോഗം എന്ന് പറയുന്നത്. ഇങ്ങനെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിന് ഉൽപ്പന്നങ്ങൾക്കുള്ള കഴിവിന് എന്താണ്? യൂട്ടിലിറ്റി എന്നും വിളിക്കുന്നു. അടുത്ത പോയിന്റ് നോക്കാം, ഉപഭോക്താവിന്റെ സംതൃപ്തി എന്താണ്? സാധനങ്ങളും സേവനങ്ങളും വില കൊടുത്തു വാങ്ങി ഉപയോഗിക്കുമ്പോൾ ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നതിനെയാണ് ഉപഭോക്താവിന്റെ സംതൃപ്തി എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് നോക്കാം, 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമമാണ്. 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്താണ്? ഉപഭോക്താക്കളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി 1986 ഈ നിയമം നിലവിൽ വന്നത്. ഉപഭോക്താക്കളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് എന്നാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത്? 1986 ഈ നിയമം നിലവിൽ വന്നത്. ഉപഭോക്താവിന്റെ ആവശ്യങ്ങൾ വ്യക്തമായി നിർവചിക്കപ്പെട്ട നിയമമാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986. അടുത്ത പോയിന്റ് എന്താണ്? ഉപഭോക്താക്കളുടെ അവകാശ സംരക്ഷണത്തിനായി ഉപഭോക്തൃ കോടതികൾ രൂപീകരിച്ചത് ഈ നിയമം വഴിയാണ്. അപ്പോൾ 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമം വഴിയാണ് എന്ത്? ഉപഭോക്താക്കളുടെ അവകാശ സംരക്ഷണത്തിനായിട്ട് ഉപഭോക്തൃ കോടതികൾ തന്നെ രൂപീകരിച്ചു. അടുത്ത പോയിന്റ് നോക്കാം, 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമം ഉപഭോക്താവിന്റെ പ്രധാന അവകാശങ്ങൾ എന്തൊക്കെയാണ് അതിൽ പറയുന്നത് എന്ന് നോക്കാം. സംരക്ഷണം. ജീവനും സ്വത്തിനും ഹാനികരമാകുന്ന സാധനങ്ങൾ വിപണനം ചെയ്യുന്നതിൽ നിന്നുള്ള സംരക്ഷണമുണ്ട്. ഗുണമേന്മ. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുന്നതിനുള്ള അവകാശമുണ്ട്. ന്യായവില. ന്യായവിലയ്ക്ക് സാധനങ്ങളും സേവനങ്ങളും ലഭിക്കുവാനുള്ള അവകാശം ആർക്കുണ്ട്? ഉപഭോക്താവിനുണ്ട്. അടുത്ത പോയിന്റാണ് തർക്കപരിഹാരം. തർക്കപരിഹാരം തേടി കോടതിയെ സമീപിക്കാനുള്ള അവകാശമുണ്ട്. ഉപഭോക്തൃ വിദ്യാഭ്യാസം. ഉപഭോക്തൃ വിദ്യാഭ്യാസം ലഭിക്കുവാനുള്ള അവകാശം ഒരു ഉപഭോക്താവിനുണ്ട് എന്ന് പറയുന്നത് 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ ഇത്രയും കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം, എന്താണ് 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ പറയുന്നത്? ഉപഭോക്താക്കളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി എന്നാ വന്നത്? 1986 ഈ നിയമം നിലവിൽ വന്നത്. ഉപഭോക്താവിന്റെ അവകാശങ്ങൾ വ്യക്തമായി നിർവചിക്കപ്പെട്ട നിയമമാണ് 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമം. ഉപഭോക്താക്കളുടെ അവകാശ സംരക്ഷണത്തിനായിട്ട് ഉപഭോക്തൃ കോടതികൾ രൂപീകരിച്ചതും ഈ നിയമം വഴിയാണ്. അടുത്ത പോയിന്റ്, 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമം. ഉപഭോക്താവിന്റെ പ്രധാന അവകാശങ്ങൾ എന്തൊക്കെയാണ്? സംരക്ഷണം. ജീവനും സ്വത്തിനും ഹാനികരമാകുന്ന
ഹാനികരമാകുന്ന സാധനങ്ങൾ വിപണനം ചെയ്യുന്നതിൽ നിന്നുള്ള സംരക്ഷണമുണ്ട്. ഗുണമേന്മ എന്താണ്? സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ സംബന്ധിച്ച് വിവരങ്ങൾ ലഭിക്കുന്നതിനുള്ള അവകാശമുണ്ട്. ന്യായവിലയ്ക്ക് സാധനങ്ങളും സേവനങ്ങളും ലഭിക്കുവാനുള്ള അവകാശമുണ്ട്. തർക്കപരിഹാരം തേടി കോടതിയെ സമീപിക്കാനുള്ള അവകാശം ഉണ്ട്. അടുത്തത് ഉപഭോക്തൃ വിദ്യാഭ്യാസം. ഉപഭോക്തൃ വിദ്യാഭ്യാസം ലഭിക്കുവാനുള്ള അവകാശവും ആർക്കുണ്ട്? ഒരു ഉപഭോക്താവിനുണ്ട് എന്ന് 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. അടുത്ത പോയിന്റ് നോക്കാം. പരാതി നൽകുന്നത് ആരാണ്? സാധനങ്ങളോ സേവനങ്ങളോ വില കൊടുത്ത് വാങ്ങി ഉപയോഗിക്കുന്ന ഉപഭോക്താവ്, രജിസ്റ്റർ ചെയ്ത സംഘടനകൾ, കേന്ദ്ര സംസ്ഥാന സർക്കാർ, സമാന താല്പര്യമുള്ള ഉപഭോക്താക്കളിൽ ഒന്നോ അതിലധികമോ പേർ കൂട്ടായോ പരാതി നൽകാവുന്നതാണ്. അപ്പോൾ ആർക്കൊക്കെ പരാതി നൽകാമെന്നാണ്? സാധനങ്ങളോ സേവനങ്ങളോ വില കൊടുത്ത് വാങ്ങി ഉപയോഗിക്കുന്ന ഉപഭോക്താവിന് പരാതി കൊടുക്കാം, രജിസ്റ്റർ ചെയ്ത സംഘടനകൾക്ക് പരാതി കൊടുക്കാം, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് പരാതി കൊടുക്കാം, സമാന താല്പര്യമുള്ള ഉപഭോക്താക്കളിൽ ഒന്നോ അതിലധികമോ പേർ കൂട്ടായോ പരാതി നൽകാവുന്നതാണ്. അടുത്ത പോയിന്റാണ് പരാതി എവിടെ നൽകും എന്നത്. പരാതിക്ക് അടിസ്ഥാനമായ ഇടപാട് പൂർണ്ണമായോ ഭാഗികമായോ നടന്ന ജില്ലയിലെയോ എതിർകക്ഷികൾ താമസിക്കുകയോ പ്രവർത്തനം നടത്തുകയോ ചെയ്യുന്ന ജില്ലയിലെയോ ഉപഭോക്തൃ ഫോറത്തിനാണ് പരാതി നൽകേണ്ടത്. അപ്പോൾ എവിടെയാണ് പരാതി നൽകേണ്ടത്? പരാതിക്ക് അടിസ്ഥാനമായ ഇടപാട് പൂർണ്ണമായോ ഭാഗികമായോ നടന്ന ജില്ലയിലെയോ അല്ലെങ്കിൽ എന്താണ് എതിർകക്ഷികൾ താമസിക്കുകയോ പ്രവർത്തനം നടത്തുകയോ ചെയ്യുന്ന ജില്ലയിലെയോ ഉപഭോക്തൃ ഫോറത്തിലാണ് പരാതി നൽകേണ്ടത്. അടുത്ത പോയിന്റ് നോക്കാം. ഉപഭോക്തൃ തർക്ക പരിഹാര സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി നമുക്ക് ഉപഭോക്തൃ തർക്ക പരിഹാരത്തിന് ഇന്ത്യയിൽ നിലവിലുള്ള സംവിധാനങ്ങളെ ഒന്ന് നോക്കാം. ഉപഭോക്തൃ തർക്ക പരിഹാരത്തിന് ഇന്ന് ഇന്ത്യയിൽ ത്രിതല ഉപഭോക്തൃ കോടതികൾ നിലവിലുണ്ട്. അപ്പോൾ എന്താണ്? ഉപഭോക്തൃ തർക്ക പരിഹാരത്തിന് ഇന്ന് ഇന്ത്യയിൽ ത്രിതല ഉപഭോക്തൃ കോടതികൾ നിലവിലുണ്ട്. അവയുടെ ഘടനയും അധികാരവും താഴെ കൊടുക്കുന്നുണ്ട്. അവയൊന്ന് നോക്കാം. എന്താണ്? ഉപഭോക്തൃ കോടതികൾ, അതിൻ്റെ ഘടന, അധികാരം നോക്കാം. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം, അതിൻ്റെ ഘടന എന്താണ്? ജില്ലാ തലത്തിൽ പ്രവർത്തിക്കുന്നു. പ്രസിഡന്റും 2 അംഗങ്ങളുമാണ് ഉള്ളത്. ഒരംഗമെങ്കിലും വനിതയായിരിക്കണം. അപ്പൊ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറത്തിൽ അതിന്റെ ഘടന എന്താണ്? ജില്ലാ തലത്തിലാണ് പ്രവർത്തിക്കുന്നത്. പ്രസിഡന്റും 2 അംഗങ്ങളും ഉണ്ടാവും. അപ്പൊ ടോട്ടൽ 3 അംഗങ്ങൾ. ഒരംഗമെങ്കിലും വനിതയായിരിക്കണം. അതിന്റെ അധികാരം എന്താണ്? 20 ലക്ഷം രൂപ വരെയുള്ള തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നത് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറമാണ്. അപ്പോൾ 20 ലക്ഷം രൂപ വരെയുള്ള തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നത് ആരാണ്? ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറമാണ്. അടുത്ത പോയിന്റ് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ്. അടുത്തത് ആരാണ്? സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. അതിന്റെ ഘടന എന്താണ്? സംസ്ഥാന തലത്തിലാണ് പ്രവർത്തിക്കുന്നത്. പ്രസിഡന്റും 2 അംഗങ്ങളുമാണ് ഉണ്ടാവുന്നത്. ഒരംഗമെങ്കിലും വനിതയായിരിക്കണം. കൂടുതൽ അംഗങ്ങളെ നിയമിക്കാൻ സംസ്ഥാന സർക്കാർ അധികാരമുണ്ട്. അപ്പോൾ 3 അംഗങ്ങൾ ഉണ്ടായിരിക്കും. അതിൽ ഒരംഗം വനിതയായിരിക്കണം. സംസ്ഥാന തലത്തിലാണ് പ്രവർത്തിക്കുന്നത്. കൂടുതൽ അംഗങ്ങളെ നിയമിക്കാൻ സംസ്ഥാന സർക്കാരിന് എന്താണ്? അധികാരമുണ്ട്. അടുത്ത പോയിന്റ് എന്താണ്? 20 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെയുള്ള തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നത് ആരാണ്? സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ്. എത്ര ലക്ഷമാണ്? ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാരമാണെങ്കിൽ 20 ലക്ഷം രൂപ വരെയാണ്. സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണെങ്കിലോ 20 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയുള്ള തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നത് ആരാണ്? സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ്. അടുത്ത പോയിന്റ് നോക്കാം. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. അതെന്താണ്? അതിൻ്റെ ഘടന ദേശീയ തലത്തിലാണ് പ്രവർത്തിക്കുന്നത്. പ്രസിഡന്റും 4ൽ കുറയാത്ത അംഗങ്ങളും. അപ്പം എങ്ങനെയാണ്? മിനിമം 5 അംഗങ്ങൾ ഉണ്ടായിരിക്കും. പ്രസിഡന്റും 4ൽ കുറയാത്ത അംഗങ്ങളും ഉണ്ടാവും. കൂടുതൽ അംഗങ്ങളെ നിയമിക്കാൻ ആർക്കാണ്? കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ട്. അപ്പോൾ ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ദേശീയ തലത്തിലാണ് പ്രവർത്തിക്കുന്നത്. പ്രസിഡന്റും 4ൽ കുറയാത്ത അംഗങ്ങളും ഉണ്ടായിരിക്കും. കൂടുതൽ അംഗങ്ങളെ നിയമിക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ട്. അടുത്ത പോയിന്റ് എന്താണ്? 1 കോടി രൂപയ്ക്ക് മുകളിലുള്ള തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നത് ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ്. അപ്പോൾ 1 കോടി രൂപയ്ക്ക് മുകളിലാണെങ്കിൽ ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. 20 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെയാണെങ്കിൽ സംസ്ഥാനത്തിലെ. 20 ലക്ഷം രൂപ വരെയാണെങ്കിൽ എവിടെയാണ്? ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറത്തിലുമാണ്. അടുത്ത പോയിന്റ് 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഉപഭോക്തൃ കോടതികൾക്ക് പുറമെ ജില്ലാ, സംസ്ഥാന, ദേശീയ തലത്തിൽ ഉപദേശ സമിതികൾ പ്രവർത്തിക്കുന്നുണ്ട്.
അപ്പോൾ ഇതൊന്നുകൂടെ നോക്കാം, സ്പീഡിൽ നോക്കാം. ഉപഭോക്തൃ കോടതികൾ ജില്ലാ തലത്തിലാണെങ്കിൽ അതിൻ്റെ ഘടന ജില്ലാ തലത്തിലാണ് പ്രവർത്തിക്കുക. പ്രസിഡന്റും 2 അംഗങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ഒരാളെങ്കിലും വനിതയായിരിക്കണം. അതിൻ്റെ അധികാരം എന്താണ്? 20 ലക്ഷം രൂപ വരെയുള്ള കേസുകളിലാണ് തീർപ്പ് കൽപ്പിക്കുക. അടുത്തത് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. എന്താണ്? സംസ്ഥാന തലത്തിലാണ് പ്രവർത്തിക്കുക. പ്രസിഡന്റും 2 അംഗങ്ങളും ഉണ്ടായിരിക്കും, അതിൽ ഒരംഗമെങ്കിലും വനിതയായിരിക്കും. അത് 20 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെയുള്ള കാര്യങ്ങളിലാണ് തീർപ്പ് കൽപ്പിക്കുന്നത്. അടുത്തത് ആരാണ്? ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നു. പ്രസിഡന്റും 4-ൽ കുറയാത്ത അംഗങ്ങളാണ് ഉള്ളത്. കൂടുതൽ അംഗങ്ങളെ നിയമിക്കാൻ ആർക്കാണ് അധികാരമുള്ളത്? കേന്ദ്ര സർക്കാരാണ് അധികാരമുള്ളത്. 1 കോടി രൂപയ്ക്ക് മുകളിലുള്ള തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നത് ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ്. അടുത്ത പോയിന്റ് എന്താണ്? 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഉപഭോക്തൃ കോടതികൾക്ക് പുറമെ ജില്ലാ, സംസ്ഥാന, ദേശീയ തലത്തിൽ ഉപദേശ സമിതികൾ പ്രവർത്തിക്കുന്നുണ്ട്. അടുത്ത പോയിന്റ് നോക്കാം. ഉപഭോക്തൃ കോടതികൾ വഴി ലഭിക്കുന്ന പരിഹാരങ്ങൾ എന്തൊക്കെയാണ്? അധികമായി ഈടാക്കിയ പണം തിരിച്ചു നൽകൽ, പകരം സാധനം നൽകൽ, നഷ്ടപരിഹാരം നൽകൽ, പരാതി ചെലവ് നൽകൽ, ആരോഗ്യത്തിന് ഹാനികരമായ ഭക്ഷ്യവസ്തുക്കളുടെ വിൽപ്പന നിരോധിക്കൽ, ദോഷകരമായ വ്യാപാര നടപടികൾ നിർത്തിക്കൽ, സേവനത്തിലെ കോട്ടങ്ങൾ പരിഹരിക്കലൊക്കെയാണ് എന്ത്? ഉപഭോക്തൃ കോടതികൾ വഴി ലഭിക്കുന്ന പരിഹാര മാർഗങ്ങൾ. അടുത്തത് ഓൺലൈൻ വ്യാപാരവും ഉപഭോക്തൃ തർക്ക പരിധിയിലാണ്. 2015 നിയമ ഭേദഗതിയിലൂടെ ഓൺലൈൻ വ്യാപാരവും ഉപഭോക്തൃ തർക്ക പരിധിയിൽ വരുന്നതാണ്. അടുത്തത് ദേശീയ ഉപഭോക്തൃ ദിനം എന്നാണ്. 1985 ഐക്യരാഷ്ട്ര സംഘടന ഉപഭോക്തൃ സംരക്ഷണം സംബന്ധിച്ച മാർഗരേഖകൾ ഉൾക്കൊള്ളുന്ന പ്രമേയം അംഗീകരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ഗവൺമെന്റ് ഉപഭോക്തൃ സംരക്ഷണ നിയമം പാസാക്കി. 1986 ഡിസംബർ 24 ഈ നിയമം നിലവിൽ വന്നത്. അതുകൊണ്ട് എല്ലാ വർഷവും ഡിസംബർ 24 ദേശീയ ഉപഭോക്തൃ ദിനമായിട്ട് ആചരിക്കുന്നു. അടുത്ത പോയിന്റ് നോക്കാം. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ ഉപഭോക്താവിന് എളുപ്പം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ചിഹ്നങ്ങളൊക്കെ അതിന് നൽകുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ആ ചിഹ്നങ്ങൾ ചിത്രം നോക്കിയിട്ട് എന്തിനാണെന്ന് പറയാം. ISIമാർക്ക് എന്താണ്? ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ. ISOമാർക്ക് ഇന്ത്യയിലടക്കം 120-ലധികം രാഷ്ട്രങ്ങളിലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ സാക്ഷ്യപ്പെടുത്തുന്നു. അടുത്തതും കൂടി നോക്കാം. BIS എന്താണ്? സ്വർണ്ണാഭരണങ്ങളുടെ പരിശുദ്ധി സൂചിപ്പിക്കാനാണ്. CE ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനാണ്. അടുത്തത് കാർഷിക വനോൽപ്പന്നങ്ങളുടെ ഗുണമേന്മ പരിശോധിക്കാൻ. അടുത്തത് എന്താണ്? സസ്യേതര ആഹാര വസ്തുക്കൾ തിരിച്ചറിയുന്നത്. അടുത്തത് FPO പഴം, പച്ചക്കറികളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ നിലവാരവും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നു. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. എന്താണ്? ഉപഭോക്തൃ കോടതികൾ വഴി ലഭിക്കുന്ന പരിഹാരങ്ങൾ എന്തൊക്കെയാണ്? അധികമായി ഈടാക്കിയ പണം തിരിച്ചു നൽകൽ, പകരം സാധനങ്ങൾ നൽകൽ, നഷ്ടപരിഹാരം നൽകൽ, പകരം സാധനങ്ങൾ നൽകൽ, പരാതി ചെലവ് നൽകൽ, ആരോഗ്യത്തിന് ഹാനികരമായ ഭക്ഷ്യവസ്തുക്കളുടെ വിൽപ്പന നിരോധിക്കൽ. അടുത്ത പോയിന്റ് എന്താണ്? ദോഷകരമായ വ്യാപാര നടപടികൾ നിർത്തിക്കൽ, സേവനത്തിലെ കോട്ടങ്ങൾ പരിഹരിക്കൽ. അടുത്തത് ഓൺലൈൻ വ്യാപാരവും ഉപഭോക്തൃ തർക്ക പരിധിയിൽ പെടും. 2015 നിയമ ഭേദഗതിയിലൂടെ ഓൺലൈൻ വ്യാപാരവും ഉപഭോക്തൃ തർക്ക പരിധിയിൽ വരുന്നതാണ്. അടുത്ത പോയിന്റ് ദേശീയ ഉപഭോക്തൃ ദിനം. എന്നാണ് ദേശീയ ഉപഭോക്തൃ ദിനം? 1986 ഡിസംബർ 24 ഈ നിയമം നിലവിൽ വന്നത്. അതുകൊണ്ട് എല്ലാ വർഷവും ഡിസംബർ 24 ദേശീയ ഉപഭോക്തൃ ദിനമായിട്ട് ആചരിച്ചു വരുന്നത്. കുറച്ച് ചിഹ്നങ്ങളും അവ എന്തിനാണെന്ന്. ISIമാർക്ക് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നു. ISO ഇന്ത്യയിലടക്കം 120-ലധികം രാഷ്ട്രങ്ങളിലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ സാക്ഷ്യപ്പെടുത്തുന്നു. അടുത്തതാണെന്ത്? BIS സ്വർണ്ണാഭരണങ്ങളുടെ പരിശുദ്ധി സൂചിപ്പിക്കുന്നു. CE ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ സുരക്ഷ. അടുത്തത് എന്താണ്? ഭാരത സർക്കാരിൻ്റെ എന്താണ്? കാർഷിക വന ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കുന്നു. അടുത്തത് സസ്യേതര ആഹാര വസ്തുക്കൾ തിരിച്ചറിയാനാണ് ഈ ചിഹ്നം. അടുത്തത് FPO പഴം, പച്ചക്കറികളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ നിലവാരവും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്നു. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. എല്ലാവർക്കും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. Thank you. Have a nice day.